ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടച്ചക്ക ബജ്ജി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ തോലി കളഞ്ഞെടുക്കാം കേട്ടോ. അത് അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുക്കലേ. ഇനി നമുക്കത് നടു പൊളിക്കാം കേട്ടോ. നമുക്കിത് നൈസിന് കട്ട് ചെയ്തെടുക്കാം വട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൈസിലാണ് കേട്ടോ മുറിക്കേണ്ടത്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ മുറിച്ച് വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ 3 5 ഞാൻ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എന്താണ് പറയുക, എഗ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് മൊത്തം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 5 നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 6 നമ്മൾ 8 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല ഒക്കെ തേക്കാണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണത്. അപ്പോൾ കുരുമുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, മുളക് പൊടി ഉണ്ട്, അരിപ്പൊടി ഉണ്ട്, മൈദമാവുണ്ട്, പിന്നെ മൈദപ്പൊടിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. നമുക്കിതൊക്കെ ഒരു വേറെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഇളക്കുക. ഒരു തിക്ക് ഒരു രൂപത്തിലാണ് കേട്ടോ വേണ്ടത് മാവ്. നമുക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും എന്നാ തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കട്ട ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ എത്ര മതിയായിരിക്കും വിചാരിക്കുന്ന വെള്ളം ഇനിയും വേണ്ടി വരും ചിലപ്പം കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കുക, എന്നിട്ട് വെള്ളം ഒഴിക്കട്ടോ. വെള്ളം ഒഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സാക്കണ്ട, കുറച്ച് മിക്സാക്കിയാൽ മതിയേ. അപ്പോൾ ഇത്ര മതി ഇട്ടോ വെള്ളം. ഇപ്പം സെറ്റ് ആയിക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവിടെ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കട്ടൻ ചായയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കണ എണ്ണ എന്താണ് കോഴി പൊരിച്ച എണ്ണയാണ് കേട്ടോ. അവിടെ എടുത്തിട്ടുണ്ട്, അതാ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം അങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുന്ന വീഡിയോ താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും അത് പോയി കാണണേ. ഇത് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിൽ ഒന്നും കൂടി ഇട്ടുണ്ട് പൊരിക്കാൻ കേട്ടോ. അപ്പോൾ ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ എല്ലാം പൊരിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രഞ്ചിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കടച്ചക്കുള്ളവരുടെ വീട്ടിലൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റായിട്ടാണ് കേട്ടോ. മുട്ടയുടെ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.